ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും ഒരു ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പല ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നതും വാർത്തയാകാറുണ്ട്. ഇസ്ലാമിൽ നിന്ന് പോകുന്നത് വല്ലാതെ വാർത്തയാകാറില്ലെങ്കിലും ഈ മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്നത് വലിയ രൂപത്തിൽ വാർത്തയാകാറുണ്ട്. മറ്റൊരു വസ്തുത, ഇസ്ലാമിൽ നിന്ന് അവർ മറ്റൊരു മതത്തിലേക്ക് ചേക്കേറും. ആ മതത്തിൽ നിന്നും അവർ പൂർവ്വ മതത്തിലേക്ക് വരുന്നതും വലിയ രൂപത്തിൽ വാർത്തകളാകാറുണ്ട്. ഒന്ന്. രണ്ട്, ഇനി മതം ഉപേക്ഷിച്ചു ഒരു വ്യക്തി, ആ ഉപേക്ഷിച്ച മതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നു, അത് വാർത്തകൾക്കു മേലെ വാർത്തയാകാറുണ്ട്. അങ്ങനെ മതത്തിൽ നിന്നും വിട്ടുവന്ന് യുക്തിവാദത്തിൽ നിരവധി വേദികളിൽ താൻ പഠിച്ച, താൻ മനസ്സിലാക്കിയിരുന്ന, താൻ ജനിച്ച, താൻ ഫോളോ ചെയ്ത ആശയങ്ങളും അതിലെ വസ്തുതകളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ശരിയല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് അവരോട് പ്രബോധനം നടത്തുകയും ചെയ്തതിനു ശേഷം അതിലും ഒരു തെറ്റായിരുന്നെന്നും ആദ്യം താൻ മനസ്സിലാക്കിയതായിരുന്നു ശരിയെന്നും തോന്നി പൂർവ മതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചുപോയ ആളുകളെയും നമുക്കറിയാം. അതുപോലെയാണ് ഇപ്പോൾ ഇതാ മാരിയോ ജോസഫ് എന്ന വ്യക്തി. ആദ്യം ഇദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു. ഇസ്ലാം മതവിശ്വാസിയായി ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് സുലൈമാൻ എന്നായിരുന്നു. ആ സുലൈമാൻ പഠിച്ച് ദാരിമി എന്ന ബിരുദം നേടി. ആ ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഇസ്ലാമിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്നു. അദ്ദേഹം മതം വിടാനുണ്ടായ സാഹചര്യം എന്താണ്, അദ്ദേഹം നേരത്തെ ഏതു മതത്തിലായിരുന്നു, അതൊക്കെ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഇസ്ലാം മതത്തിൽ നിന്ന് മാറിയതിനു ശേഷം ഉണ്ടായ ഭീഷണികൾ, ആ ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്ന് തോന്നും. കാരണം അവിടുന്ന് മാറിയ എല്ലാവർക്കും എല്ലാ കാലത്തും അങ്ങനെ ഭീഷണി ഉള്ളതായിട്ട് അറിയാവുന്നതല്ലേ. മാറിയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 26 വർഷം മുമ്പാണ്. അന്ന് ഇതിനേക്കാളും കുറേയും കൂടെ റിജിഡായിരുന്ന ഒരു കാലമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളർന്ന് ജനം കുറച്ചും കൂടെ എല്ലാ മതത്തെയും കുറിച്ച് പഠിക്കുന്നുണ്ട്, കുറച്ചും കൂടെ റിജിഡ്നെസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും ജീവിതത്തിനുള്ള ഭീഷണി അങ്ങനെ തന്നെ തുടരുന്നുണ്ട്, അതിനകത്ത് സംശയമില്ല. ഇവിടെ ഞാൻ ബോൺ കാത്തലിക്കാണ് കേട്ടോ. ഞാൻ ബേസിക്കലി കാത്തലിക്കാണ്. അദ്ദേഹത്തിന്റെ കൂടെ വന്നപ്പോൾ കിട്ടിയ ഫോൺ കോൾസ് ഒക്കെ മറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാണ്. അതിനകത്തൊരു തെറ്റിദ്ധാരണ വരും, ക്രിസ്ത്യാനിയായി നിന്നെ പ്രണയിച്ചിട്ടാണോ ഞാൻ ഇസ്ലാം വിട്ടേന്ന്. അങ്ങനെയല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ ഒരിക്കലല്ല. ഇദ്ദേഹം മുസ്ലിം മതത്തിൽ നിന്നും ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് ഞാൻ 10 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും. അങ്ങനെയാണ്. നമുക്കൊരു ലൗകികം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ്. അതെങ്ങനെ പറയാൻ പറ്റും? കാരണം ഞാൻ ആളെ പ്രണയിച്ചിട്ടല്ല വന്നത്. ഞാൻ ക്രിസ്ത്യാനിയായത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടിട്ടാണ്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു, പിന്നീട് വിവാഹം കഴിക്കുന്നു. ഇതും ലവ് ജിഹാദുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ട്, ഡ്രഗ് ജിഹാദ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ജിഹാദ് നടക്കുന്ന കാലമാണ്. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച്? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഫിലോകാലിയയുടെ മുദ്രാവാക്യം തന്നെ ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയും എന്നുള്ളതാണ്. പിന്നെ താങ്കൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, 2 കൈയും കൂട്ടിമുട്ടുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ, തീയുള്ളിടത്ത് പുകയുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ സംസാരം ജനങ്ങളിൽ വരണമെങ്കിൽ അതിനുള്ള കാരണങ്ങളുണ്ടാവും. അത് അതിൻ്റെതായ മതത്തിന്റെ ലീഡേഴ്സ് കണ്ടെത്തണം. എന്തുകൊണ്ടാണ് നമുക്കെതിരെ ഇങ്ങനൊരു ആരോപണം വരുന്നത്? അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവർ പരിഹരിച്ചാൽ പ്രശ്നം തീരുമെന്ന് ചിന്തിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ആളുകൾ, മതപുരോഹിതന്മാർ, അത് ഹൈന്ദവനായിട്ട് ക്രൈസ്തവനായിട്ട് ആരായിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിലപാട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ നാട് ഇതുവരെ? എല്ലാ മതത്തിന്റെയും ബേസിക് തത്വം തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം എന്നില്ല എന്ന് പറയുന്ന ഹൈന്ദവര്. ഡു യു നോ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ യു, ദൈവത്തിന്റെ ആത്മാവ് നിന്നിലാണെന്ന് പറയുന്ന ബൈബിള്. ഹൃദയത്തിന്റെ തുടിക്കുന്ന വെയിനിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് അള്ളാഹ് എന്ന് പറയുന്ന ഖുർആൻ. എല്ലാ മതത്തിന്റെയും ബേസിക് പഠനം ദൈവാംശം മനുഷ്യരിലുണ്ടെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെയും ദ്രോഹിക്കാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും മതത്തിന്റെ ഗുരുക്കന്മാര് ഈ രാഷ്ട്രീയക്കാരെ പോലെയെന്ന് ഞാൻ ഒരർത്ഥത്തിൽ പറയും, ചിലപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ സമ്പത്തോ സ്ഥാനമാനോ മോഹിച്ചു പോകുന്ന മത ലീഡേഴ്സ് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് കരുണയുള്ളവർക്ക് ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ നന്നാകുക എന്നുള്ള ചിന്ത മാത്രമേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഒക്കെ ബേസിക്
ഒന്നുകിൽ സമ്പത്ത് അല്ലെങ്കിൽ അധികാരം. ഇത് രണ്ടും കുടികൊള്ളുന്നിടത്ത് സ്പർദ്ധ ഉണ്ടാവും. വേറെ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്തൊന്നുള്ള ആരും എനിക്ക് കൂടെയില്ല. എനിക്ക് എൻ്റെ ഭാര്യയും 2 മക്കളുമാണ്. മൂത്തയാള് 12ൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 10th പഠിക്കുന്നു. അവർ രണ്ടുപേരും ഫുൾ സിംഗിൾ എനിക്ക് കൂട്ട് തന്നെയാണ്. ഈ 4 പേരാണ്. പിന്നെ ഞങ്ങൾ ഫിലോക്കാലി ഒരു വലിയൊരു ഗ്രൂപ്പാണ്. ഞങ്ങൾ കുറേ പേരുണ്ട്, 10-25 പേര് ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 2 പേര് മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഏത് മതഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും മനുഷ്യ സ്നേഹത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് തന്നെ, ഒരുത്തൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വാദോരാതെ പറയുകയും കാണപ്പെടുന്ന സഹോദരന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ നുണ പറയുന്നതാണ്, നുണയനാണത്. അപ്പൊ ദൈവത്തോട് ആർക്കെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് കൈയടിക്കുന്നതിലോ പാട്ടുപാടുന്നതിലോ പള്ളിയിൽ പോയിരിക്കുന്നതിലോ അമ്പലത്തിൽ പോയിരിക്കുന്നതിലോ അല്ല, അത് സഹജീവികളോടുള്ള കരുണയിൽ വേണം പ്രകടമാകാൻ. അപ്പം നമുക്കാകെ ഈ ഭൂമി ചെയ്തു തീർക്കാനുള്ളത് സഹജീവികളോടുള്ള കരുണ വ്യക്തമായി പ്രകടിപ്പിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയുമാണ് ഫിലോക്കാലിയുടെ മുദ്രാവാക്യം. ഞങ്ങൾ എല്ലാ ഓഫീസിലും എൻട്രൻസിൽ തന്നെ എഴുതി വെക്കുന്ന ഒരു വാക്കുണ്ട്, ഒരിക്കൽ മാത്രം ഞാൻ ഇതുവഴി കടന്നു പോകും. ചെയ്യാൻ പറ്റുന്ന നന്മകൾ അപ്പോൾ തന്നെ ചെയ്യും, ഇനി ഒരിക്കലും ഞാനത് വഴി കടന്നു വരില്ല. സത്യമാണ്. ഞാൻ ഇന്നിപ്പോൾ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഡേറ്റ്, ഈ സമയം ഇനി എനിക്കൊരിക്കലും കിട്ടില്ല. നാളെ വേറെ ഒരുപക്ഷെ ഇതേ സ്ഥലത്തിരിക്കും, പക്ഷെ അത് നാളെയാണ്. ഇന്നലത്തെ സമയം പോയി. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന സമയം പിന്നെ ഒരിക്കലും കിട്ടാത്തത് കൊണ്ട് കുറച്ചൊരു തീരുമാനം എടുക്കണം. പോകുന്ന വഴിക്ക് എന്ത് നന്മ എവിടെ കണ്ടാലും അപ്പം ചെയ്ത് പൊക്കോളും. പിന്നെ റിഗ്രറ്റ് ചെയ്യും, ഇനി അത് ചെയ്യാൻ പറ്റില്ല, ആ സമയം കിട്ടില്ല. വേറെ ചെയ്യാൻ പറ്റും, അതേപോലെ ചെയ്യാൻ പറ്റും, പക്ഷെ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല, സമയം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അപ്പോൾ ചെയ്ത് കടന്നു പോകുക എന്നുള്ളതാണ് ഫിലോക്കാലിയുടെ തീരുമാനം. ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയെങ്കിലും എനിക്ക് ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ 10 ഭാഷ സംസാരിക്കും. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചെന്ന എല്ലാ രാജ്യത്തു നിന്നും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇവിടെയും ചെയ്യാമോ, ഇവിടെയും ചെയ്യാമോ. ശ്രീലങ്കയിൽ നിന്ന് നേരിട്ട് വന്ന് ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്ന് ചോദിച്ചു, ഞങ്ങളുടെ ഈ ദുരിതാവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കാമോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുന്നു, ആദ്യം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അത് കഴിഞ്ഞ് മറ്റ് രാജ്യങ്ങളിലേക്കും പോകും. പക്ഷെ ഇത് ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്നാണെന്ന് പറയും. സത്യം പറഞ്ഞാൽ ആഗ്രഹം ഇങ്ങനെ ചാരിറ്റി പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം ജനങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിലല്ലേ അവരാരെങ്കിലും ആശ്രയിക്കേണ്ടി വരുള്ളൂ. ആർക്കും വിഷമമില്ലാത്ത ഒരു നല്ല കാലം, നമ്മൾ ഈ ഓണത്തിനൊക്കെ പാടുന്ന പോലെ പറയുന്ന പോലെ. ഏതാണ്ട് ഇദ്ദേഹത്തിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇനിയും ഇദ്ദേഹം ഒരു മുസ്ലിം പുരോഹിതനായിരുന്നു. ആ പൗരോഹിത്യത്തിന്റെ കുപ്പായം അഴിച്ചു വെച്ചിട്ടാണ് ഇദ്ദേഹം മതം വേണ്ട എന്ന് തീരുമാനിച്ച്, അതായത് ഇസ്ലാം മതം വേണ്ട എന്ന് തീരുമാനിച്ച് അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകുന്നത്. നോക്കുക. ഇതുപോലെ മുസ്ലിമീങ്ങൾക്ക് അച്ഛന്മാരുണ്ട്. അവർ വിളിക്കുന്നത് മൗലവി, മൗലാന, ഹത്തീബ്, ഇമാം, ലബ്ബ, ആലിമ്, സാഹിബ്, ഉസ്താദ്, ഇങ്ങനെ പല പേരില്ല. നിങ്ങൾക്കറിയോ, ഞാനൊരു മുസ്ലിം അച്ഛനായിരുന്നു. ആ ചേട്ടൻ എന്നെ തുറിച്ചു നോക്കുന്നു, നീ അച്ഛനാണ്, തൊപ്പി എവിടെ, താടി എവിടെ എന്നുള്ള അർത്ഥത്തില്. ഇത് കാന്താരി പോലെ ആയിപ്പോയി, മാനുഫാക്ചറിങ് ഡിഫക്ട്. എന്ത് ചെയ്യാനാ അറിയോ? എൻ്റെ വീട് വയനാട്ടിലാണ്. വീട്ടുപേര് തുർക്കി എന്നാണ്. എങ്ങനെയാണ് തുർക്കിന്ന് വീട്ടുപേര് വന്നതെന്നറിയോ? നമ്മൾക്കുള്ള വീട്ടുപേരുണ്ട്. ഈ വീട്ടുപേരൊക്കെ ഉണ്ടാവാൻ ഒരു കാരണവും കാണും. ഇപ്പൊ തെങ്ങുമൂട്ടിൽ നിന്ന് പേര് വന്ന എങ്ങനെയാ? തെങ്ങിന്റെ മൂട്ടിൽ വീട് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഈ തുർക്കിന്ന് പേര് വന്ന എങ്ങനെയാണെന്നറിയോ? മലബാർ കലാപ സമയത്ത് ഇവിടെ കുറെ തുർക്കി പട്ടാളക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു, ഓട്ടോമൻ എംപയേഴ്സ്. ഇതിൽപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ വല്യപ്പൻ. അപ്പന്റെ പേര് ബീരാൻ ഇബിൻ അഹമ്മദ് തുർക്കി. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടില്ല. അവർ പറഞ്ഞു, നീ സ്കൂളിലുള്ള പയ്യനല്ല, തമ്പുരാനുള്ള പയ്യനാന്ന് പറഞ്ഞു. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ അവരെന്നെ ഒരു മുസ്ലിം അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. അറബി കോളേജിന്റെ പേര് കുല്ലിയത്തു ദാറുസലാമിൽ ഇസ്ലാമിൽ അറബിയ. അറബി കോളേജിന്റെ പേരെന്തുവാ? ഒരു ചേച്ചി പറയുന്നുണ്ടോ, ഗുല്ലു ഗുല്ലു ഗുല്ലു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഞാൻ അവിടെ പഠിച്ചത് എന്താണെന്നറിയോ? ഹോളി ഖുർആൻ, ഇജ്തിമാ, സുന്നത്ത്, ഹദീസ്, മുഅക്കദ്, തഅക്കീദ്, മുജ്മൽ എക്സെട്ര. എന്താ പഠിച്ചതെന്ന് മനസ്സിലായോ? അത് തന്നെ. 18ാമത്തെ വയസ്സിൽ എനിക്കൊരു ഡിഗ്രി കിട്ടി. ഡിഗ്രിയുടെ പേര് MFD എന്ന് പറഞ്ഞാൽ മൗലവി ഫാസിൽ ദാരിമി. ഇറ്റ്സ് ഹയസ്റ്റ് ഡിഗ്രി ഗിവൻ ഇൻ ഇന്ത്യ ഫോർ മുസ്ലിം പ്രീസ്റ്റ്ഹുഡ്, ബട്ട് ഐ വാസ് ഓൺലി 18 years old. ഇത് പഠിച്ചു കഴിഞ്ഞ് എന്നെ ഒരു മുസ്ലിം അച്ഛനായി ജോലി ചെയ്യാനുള്ള മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം ഇടവക പള്ളിയിൽ കൊച്ചച്ഛനായി ജോലിക്ക് വെച്ചു. കൊച്ചച്ഛന്റെ ജോലി എന്താണെന്നറിയോ? എല്ലാ വെള്ളിയാഴ്ചയും കുർബാന വല്യച്ഛൻ, പ്രസംഗം കൊച്ചച്ഛൻ. അങ്ങനെ ഈ ജുമാ ഖുത്ബ എന്ന് പറയും. ജുമാ ഖുത്ബ എന്ന് അറബി പറഞ്ഞാൽ അതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന പ്രസംഗം എന്ന് പറയണം. അത് ഞാനായി. അങ്ങനെ ഞാനിങ്ങനെ പ്രസംഗിച്ച് പല നാട്ടിലും അറിയപ്പെട്ടു. അപ്പൊ പല ഇടവകളിൽ നിന്ന് ആളുകൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കും. ഒരു ഇടവകയിൽ ഞാൻ പോയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. കൺവെൻഷൻ ആയിരുന്നു, ഖുർആൻ കൺവെൻഷൻ. ഈവനിങ്
വാള് പരമ്പര എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം, കൊച്ചു പയ്യൻ ആവേശം കൂടിയിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് ഉറക്കെ പ്രസംഗിച്ചു, യേശു ദൈവമല്ല, ബൈബിൾ ദൈവത്തിന്റെ വചനമല്ല, ക്രിസ്തുമതം ദൈവത്തിന്റെ മതമല്ല, യഥാർത്ഥ മതം ഇസ്ലാമാണ്, യഥാർത്ഥ ദൈവം അള്ളാഹുവാണ്, രക്ഷ വേണമെങ്കിൽ നിങ്ങൾ മുസ്ലിമാകണം. ഞാനിങ്ങനെ അങ്ങ് കത്തി പ്രസംഗിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ഒരു പേപ്പറിന്റെ കയ്യിൽ തന്നു. ഞാൻ ആ പേപ്പർ തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളാണ്. അയാൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു, മൗലവി നിങ്ങൾ എത്ര നേരം പ്രസംഗിച്ചു യേശു ദൈവമല്ല എന്ന്, പക്ഷെ യേശു ആരാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കാതിരുന്നത്? യേശു ദൈവമല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണോ? ദൈവത്തിന്റെ പുത്രനല്ല എങ്കിൽ ഒരു പ്രവാചകനാണോ? പ്രവാചകനാണെങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ വലിയതോ ചെറുതോ? ഇനി പ്രവാചകനല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണോ? അതുമല്ലെങ്കിൽ ഇടമറുക പറഞ്ഞതുപോലെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ലയോ? ആരാണ് ക്രിസ്തു? ക്രിസ്തു ദൈവമല്ല എന്നുള്ള നിങ്ങളുടെ പ്രസംഗം നിങ്ങൾ നിർത്തിവെക്കണം. മറിച്ച് ക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കണം. ഈ മനുഷ്യന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ആരാണ് ക്രിസ്തു? ഈ ചോദ്യം ഞാനറിയാതെ തന്നെ എന്റെ വാരികല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ആഴത്തിൽ എവിടെയോ ഒളിച്ചിരുന്നു. 24 മണിക്കൂറും എന്റെ തലച്ചോറിനെ മർദ്ദിച്ച് ചോദിക്കാൻ തുടങ്ങി, ആരാണ് യേശു? ഉണ്ണാനിരിക്കുമ്പോ ചോദ്യമാണ്, യേശു ആരാണ്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, ചോദ്യമാണ്, യേശു ആരാണ്? പഠിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രതയില്ല, ചോദ്യമാണ്, യേശു ആരാണ്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, ചോദ്യമാണ്, യേശു ആരാണ്? 24 മണിക്കൂറും ആരോ എന്റെ തലച്ചോറിനെ മർദ്ദിച്ച് പുണ്ണാക്കിക്കൊണ്ട് യേശു ആരാണ്, യേശു ആരാണ്, യേശു ആരാണെന്ന് ചോദിച്ചപ്പോ ലോകത്തിലുള്ള 163 കോടി മുസ്ലിമീങ്ങളും വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്ന ഖുർആൻ എന്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അതിനാ ജവാബൻ ഫീ ശിഖാലിക്കൽ ഖുർആൻ ഇന്നക ലാ തഹ്ദി വലാ തുളിൽഹു മൻ യശാ അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅ وأرنا الباطل باطلا وارزقنا اجتنابه يا إله العالمين. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു വഴി നടത്തുന്ന സർവശക്തനായ എന്റെ ദൈവം അല്ലാഹുവേ, യേശു ക്രിസ്തു ആരാണെന്ന സത്യം നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അല്ലാഹുവേ, ഖുർആൻ അങ്ങയുടെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഖുർആൻ മുഴുവനും വായിക്കും. ഈ ഖുർആനിനകത്ത് യേശുവിനെ കുറിച്ച് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. കാരണം അങ്ങാണ് എന്റെ ദൈവം, ഖുർആൻ അങ്ങയുടെ വചനമാണ്, അങ്ങ് തന്നെ വേണം എന്നെ പഠിപ്പിക്കാൻ. യേശു ക്രിസ്തു ആരാണ് എന്ന അള്ളാഹുവിനോടാ പ്രാർത്ഥന, എന്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ഖുർആൻ തുറന്ന് വായിക്കാൻ തുടങ്ങി. ഖുർആനിനകത്ത് 114 അധ്യായങ്ങളുണ്ട്. ഒന്നുറക്കെ പറഞ്ഞ്, എത്ര അധ്യായങ്ങൾ? 6666 വാക്യങ്ങളുണ്ട്. എത്ര വാക്യങ്ങൾ? ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് കണ്ട സ്ഥലങ്ങളിൽ അടിയിൽ വരയിട്ടു. അദ്ദേഹമാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപക നേതാവ്, ഖുർആനിനെ ഈ ലോകത്തിലേക്ക് തന്നയാള്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഖുർആനിൽ വെറും 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടത്. എന്നാൽ അതേ ഖുർആനിൽ യേശു ക്രിസ്തുവിന്റെ പേര് 25 സ്ഥലങ്ങളിലാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ ഖുർആനിന്റെ 3-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഖുർആൻ 3-ാം അധ്യായം, അധ്യായത്തിന്റെ പേര് മറിയമിന്റെ കുടുംബം, 45 മുതൽ 50 വരെയുള്ള 5 വാക്യങ്ങൾ. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ, ജിബ്രീൽ മലക്ക് മറിയത്തോട് പറഞ്ഞു. ജിബ്രീൽ മലക്ക് എന്ന് പറഞ്ഞാൽ ഗബ്രയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം. മറിയമേ, അല്ലാഹു അവന്റെ വചനത്തെയും ആത്മാവിനെയും നിന്റെ ഉദരത്തിൽ വിടുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, ഈസൽ മസീഹ് എന്ന് പേരിടണം. എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ എന്നർത്ഥം. إذا قضى أمرا فإنما يقول له كن فيكون. മറിയം പ്രാർത്ഥിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിതം എന്നിൽ നടക്കട്ടെ എന്ന്. അപ്പോൾ ദൈവാത്മാവിനാലും ദൈവവചനത്താലും മറിയം ഗർഭിണിയായി എന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഖുർആൻ പറയുകയാണ്, 9 മാസങ്ങൾക്ക് ശേഷം മറിയം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. യഹൂദന്മാര് മറിയമിന്റെ അരികിൽ വന്ന് പറഞ്ഞു, മറിയമേ, അവിവാഹിതയായ നിനക്ക് കുഞ്ഞ് ജനിച്ചത് വ്യഭിചാരത്തിലായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന്. കുഞ്ഞിന്റെ വയസ്സ് 2 ദിവസം. 2 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാര് വന്നപ്പോൾ കുഞ്ഞ് തൊട്ടിലിൽ എഴുന്നേറ്റ് നിന്ന് യഹൂദരെ നോക്കിയിട്ട് പറഞ്ഞു അത്രേ, ഓ യഹൂദ ജനങ്ങളെ, ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചവനല്ല, പ്രത്യുത ദൈവത്തിൽ നിന്ന് വന്നവനാകുന്നു.
2 ദിവസം പ്രായമുള്ള ഈശോ സംസാരിച്ചെന്ന് ഖുർആൻ. അടുത്ത വാക്ക് ഖുർആൻ പറയുന്നു, വയഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. യേശുവിന് തൗറാത്ത് എന്നും സബൂർ എന്നും ഇൻജീൽ എന്നും പേരുള്ള 3 പുസ്തകങ്ങളെ അള്ളാഹു സമ്മാനിച്ചു. തൗറാത്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ തോറ. ഇനി സബൂർ എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകങ്ങൾ, സാംസ് ഓഫ് ഡേവിഡ് ആൻഡ് സോളമൻ, ഇൻക്ലൂഡിംഗ് ഓൾ നബിഉം ആൻഡ് കെതുബിൻ. പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടല്ലോ പഴയ നിയമത്തിലെ, ജോഷുവ മുതൽ മലാക്കി വരെയുള്ള എല്ലാ പുസ്തകങ്ങളും സബൂർ. ഇൻജീൽ എന്ന് പറഞ്ഞാൽ ഏവങ്കേലിയോ ആയന എന്ന് പറയും. അപ്പൊ ഏവങ്കേലിയോ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം, സുവിശേഷം എന്നർത്ഥം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അയ്യോ ഹല്ലേലൂയ. ഒരു ഇസ്ലാമിക സ്ഥാപനത്തിലാണ് ഇദ്ദേഹം പഠിച്ചത്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമിന്റെ എല്ലാ രീതികളും ഫോളോ ചെയ്ത് ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ കുടുംബക്കാർ കൊണ്ടുപോയി ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിക്കാനാക്കുന്നു. 8 വർഷത്തോളം പഠിച്ച് അദ്ദേഹം പാണ്ഡിത്യം നേടിയെങ്കിലും ഒരു പള്ളിയിലെയും മെയിൻ ആയിട്ട് വരാൻ, അതായത് കാളിയായിട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം കൊച്ചച്ഛനാക്കി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഈ വിഷയം ഇവിടെ എടുക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം മുസ്ലിങ്ങളെ വല്ലാതെ പ്രീണിപ്പിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ, ഈ കേരളത്തിൻ്റെ മാറി മാറി വരുന്ന മത സാഹചര്യങ്ങളിൽ, മതഭീകരതയുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്, വലിയ ഒരു കടമ്പ തന്നെയാണ്. ഒരു വലിയ ടാസ്ക്കാണ്, ജീവൻ പണയം വെച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടുന്ന ഒരു ടാസ്ക്കാണ് എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. അദ്ദേഹം ഇനിയും ഇസ്ലാമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ഒരു പക്ഷേ ഇദ്ദേഹം അന്ന് ഇസ്ലാമിനെ വിട്ടു വന്നെങ്കിലും ഇന്ന് ആ ഇസ്ലാം തന്നെയാണോ ശരി എന്നൊരു വേള അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നുണ്ടോ? അദ്ദേഹം പറയുന്നു, 2 മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയോ ആ രീതി ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത വിഷയമാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങളൊക്കെ മതത്തെ തമ്മിൽ അടുപ്പിക്കുന്നു എന്നാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് മതത്തെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ വസ്തുതകൾ തുറന്നു പറയുന്നത്. ഇസ്ലാം എന്താണ്, എന്തല്ല, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നത്, മർദ്ദിക്കപ്പെടുന്നത്? അവരുടെ ആശയങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്രമായും സ്വസ്ഥമായും നിർഭയം തുറന്നു പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ മതത്തിന്റെ ബാലിശമായ ഇത്തരം അനാചാരങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും അക്രമങ്ങളും രക്തക്കൊതിയും അതുപോലെ പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന കഥകളും 1001 രാവുകളെ വെല്ലുന്ന, മുത്തുച്ചിപ്പിയെ വെല്ലുന്ന ഇത്തരം കഥകളുമൊക്കെ തുറന്നു പറയുന്നത് 2 മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനല്ല, മറിച്ച് ഈ മതം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ പറയുന്നു, ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇപ്പോൾ സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നപ്പോൾ മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ച വ്യക്തി ചെയ്യുന്നത് എന്ന് കേൾക്കാം. ഇസ്ലാമിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയുടെ വീഡിയോ ക്ലിപ്പുകൾ പല റോമൻ കത്തോലിക്കരും എനിക്ക് അയച്ചു തന്നിട്ട് ഈ പറയുന്നത് സത്യമാണോ, സത്യമല്ലെങ്കിൽ ഇതിനൊരു മറുപടി കൊടുക്കാമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് 7-8 കൊല്ലത്തിന് മുകളിലായി. ഞാൻ മനഃപൂർവ്വം മറുപടി വീഡിയോകളൊന്നും ചെയ്യാതിരുന്നതാണ്. റോമൻ കത്തോലിക്ക മത നേതൃത്വമാണ് മാരിയോ ജോസഫിനെ തിരുത്തേണ്ടത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞാണ് ഞാൻ ആ ക്ലിപ്പുകൾക്ക് മറുപടി പറയാതെ അവഗണിച്ചു വിട്ടത്. ഈ സുലൈമാൻ തുർക്കിയെ ഞാൻ 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. എന്നെപ്പറ്റി സുലൈമാൻ തുർക്കി പലരോടും മോശമായി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം. കേട്ട ആളുകൾ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, എന്തുകൊണ്ടാണ് മാരിയോ ബ്രദറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അതിനൊരു വിശദീകരണം പോലും ഇതുവരെ ഞാൻ കൊടുക്കാൻ നിന്നിട്ടില്ല, അവഗണിച്ചു വിട്ടിട്ടേ ഉള്ളൂ. വ്യക്തിപരമായി എനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അത് അവഗണിക്കുക എന്നുള്ളതാണ് എന്റെ ശീലം. ഈ സുലൈമാൻ തുർക്കിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ആദ്യമായി പോസ്റ്റ് ചെയ്തത് എപ്പോഴാണെന്ന് പോലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുലൈമാൻ തുർക്കിയുടെ സ്വന്തം സ്ഥാപനമായ ഫിലോക്കാലിയുടെ ധ്യാനം കൂടുന്നതിന് 1000 രൂപ ചാർജ് വാങ്ങുന്നതിന്റെ വിശദീകരണമായി മറ്റ് ധ്യാന കേന്ദ്രങ്ങളെല്ലാം ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആണ് എന്ന് പരിഹസിച്ചുകൊണ്ട് സുലൈമാൻ തുർക്കിയും ഭാര്യയും കൂടി ഒരു വീഡിയോ ഇറക്കിയിരുന്നു. എതിർപ്പുകൾ രൂക്ഷമായതോടെ
കത്തോലിക്ക മത നേതൃത്വം ഇടപെട്ടതിന്റെ ഫലമായി സുലൈമാൻ തുർക്കി ആ വീഡിയോ പിൻവലിച്ചിരുന്നു. എങ്കിലും ആ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അവർ ചോദിക്കുന്ന ഒരു കാരണമുണ്ട്. കേരളത്തില് ഏകദേശം 175ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട് ക്രിസ്ത്യാനികൾ. അപ്പോൾ ആ ധ്യാന കേന്ദ്രങ്ങളെല്ലാം മിക്കയിടത്തും 300 രൂപ അല്ലെങ്കിൽ 500 രൂപയാണ് ഫീസ്. അപ്പോൾ അവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യമാണ്. അപ്പൊ അതെന്തുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യുന്നു? ഈ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ആണ്. ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും ധ്യാന കേന്ദ്രം. എന്നിട്ട് ഇവർ ധ്യാനത്തിന് വരുമ്പോൾ ഫീസ് 300 ആയിരിക്കും, ചിലപ്പോൾ 500 ആയിരിക്കും. പക്ഷേ ധ്യാനത്തിന്റെ ഇടയിൽ സ്തോത്ര കാഴ്ച വാങ്ങും. സ്തോത്ര കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പിരിവാണ്. അത് സദക്ക അല്ലെങ്കിൽ ഒരു ചാരിറ്റി പിരിവാണ്. അതെങ്ങനെയാണ് ധ്യാന കേന്ദ്രത്തിൽ പല കാരണങ്ങൾ പറയാം. ഞങ്ങൾക്ക് വൃദ്ധമന്ദിരമുണ്ട്, ഞങ്ങൾ കനാദർ പോറ്റുന്നുണ്ട്, ഫ്രീ ആയി ധ്യാനിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര ചെലവുണ്ട്, ഇത്ര ചെലവുണ്ടെന്ന് പറഞ്ഞത് വാങ്ങും. നമ്മളിപ്പോ നടത്തിയ ഒരൊറ്റ ബാച്ചിലും ഞങ്ങൾ ഈ തോത്ര കാഴ്ചയോ അല്ലെങ്കിൽ പിരിവ് എടുത്തിട്ടില്ല. മാത്രമല്ല ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മുടെ തത്സമയം ചെയ്യുന്നു. കൈതട്ടി വേറൊരു ഭാഗത്തേക്ക് ചാരി ഈറ്റബിൾ ട്രസ്റ്റ്. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ഇത്രേ ഉള്ളൂ. ഈ ഫിലോക്കാലിയ മനുഷ്യന് കുറെ ബോധ്യങ്ങൾ നൽകുന്ന ഒരു ധ്യാനമാണ്. അതിന് അവർ വരുന്ന ആൾക്ക് താമസിക്കാനും കഴിക്കാനുള്ളതാണ്. അല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്നൊന്നും ഉണ്ടാക്കുന്നില്ല. തെറ്റിദ്ധരിക്കല്ലേ മനുഷ്യന്മാരെ. തെറ്റുകളും ഇതിനകത്ത് ഒരുങ്ങിയിട്ടുണ്ട്. അയ്യോ, ധ്യാനം എന്ന പേര് കൊണ്ട് ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവിടെ വന്ന് കൈ ഉയർത്തി ഓടി ചാടി ബഹളം വെച്ച് സ്തുതിപ്പൊക്കെയാണ്, പാട്ടൊക്കെ. അങ്ങനെയൊന്നും ഇതിലില്ല കേട്ടോ. ആവശ്യത്തിന് സ്തുതിപ്പുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വെറുതെ അങ്ങനെ ഒരു ബഹളമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ബോധ്യതലത്തിൽ വിശ്വാസം എന്താണെന്ന്, പ്രത്യേകിച്ച് നമ്മളുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യാനുള്ള ഒരു അറിവാണ്, ബോധ്യമാണ്. കോഴിക്കോടുള്ള ബാബു ജോസ് എന്ന ഒരു കത്തോലിക്കനായ വ്യക്തി ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം അതിനെതിരായിട്ട് എഴുതുകയും ചെയ്തു. ആ വീഡിയോ ഇട്ടിട്ട് കുറെ കാര്യങ്ങൾ ചോദ്യരൂപേണ എഴുതിയിടുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനെതിരെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഈ സുലൈമാൻ തുർക്കിയുടെ ഭാര്യ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ബാബു ജോസ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാമെന്ന് കരുതി ഞാനും ഷിജുമോൻ ബ്രദറും കൂടി രാവിലെ തന്നെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരുന്നു. ഉച്ചവരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷന് പുറത്ത് കാത്തു നിന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, വേറെയും കുറെ ആളുകൾ, അധികവും കത്തോലിക്കരായിരിക്കുന്ന ആളുകൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത്. അതിന്റെ 10-30ഓളം പേരുണ്ടായിരുന്നു. ആ സമയത്താണ് സുലൈമാൻ തുർക്കിക്ക് കൊരട്ടി പോലീസ് സ്റ്റേഷനിലുള്ള സ്വാധീനം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഏതായാലും ബാബു ജോസിനെ കൊണ്ട് കൊരട്ടി പോലീസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ കുറെ ശ്രമിച്ചു. അതെനിക്ക് മാന്യമായ ഒരു പരിപാടിയായി തോന്നിയില്ല. ബാക്കിയുള്ള ധ്യാന കേന്ദ്രക്കാരെയൊക്കെ സുലൈമാൻ തുർക്കിക്ക് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് വിളിച്ച് പരിഹസിക്കാം. പക്ഷെ ആ പരിഹാസത്തിന് ആരെങ്കിലും മറുപടി ഇട്ടാൽ ഭാര്യയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് പോലീസിനെ ഉപയോഗിച്ച് ആ മറുപടി ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് മാന്യന്മാർക്ക് ചേർന്ന പണിയല്ലല്ലോ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് എന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എനിക്കെതിരെ കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. സുലൈമാൻ തുർക്കിക്കെതിരെ ഞാൻ ഇട്ട ആദ്യത്തെ വീഡിയോ അതാണ്. എതിരെ എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം തന്നെ ഇട്ട വീഡിയോ ആണ്. അതാണ് ഞാൻ പിന്നെ ഇട്ടത്. അപ്പൊ പോലീസ് കേസ് നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, സുലൈമാൻ തുർക്കിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ എനിക്കെതിരെ കേസ് ഒന്നും കൊടുത്തില്ല. ഇതിലൊരു ഐറണി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസം എനിക്കില്ല എന്ന് സുലൈമാൻ തുർക്കിയും അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ സുലൈമാനെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾക്കില്ല എന്ന് സുലൈമാൻ തുർക്കിയുടെ ഭാര്യയും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആ ഭാഗം മാത്രം കേട്ടു നോക്കാം. മാത്രമല്ല, ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. ഒരു കാലത്ത് മറ്റുള്ള ധ്യാന കേന്ദ്രക്കാരെ എല്ലാം ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്നും പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഇതേ സുലൈമാൻ തുർക്കിയുടെ സ്വന്തം സ്ഥാപനമായ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇപ്പോ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആണെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഐറണി. അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, കാശ് കൊടുക്കാൻ പറയുന്ന സംഭവമുണ്ട്. സംഭാവനയൊക്കെ എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൊണേറ്റ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിലോക്കാലിയ ചാരി ഈറ്റബിളിന് വേണ്ടി പണം പിരിക്കാൻ 2 ബാങ്ക് അക്കൗണ്ടുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. ഒന്ന് ഫെഡറൽ ബാങ്ക് കോട്ട ബ്രാഞ്ചിലും മറ്റൊന്ന് SBI മുരിങ്ങൂർ ബ്രാഞ്ചിലും. ആ 2 ബാങ്ക് അക്കൗണ്ടുകളും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണുള്ളത്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ തന്നെ. സുലൈമാനോടും ഭാര്യയോടും എനിക്ക് ചോദിക്കാനുള്ളത്,
പഴയ ബോധ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി അതിൽ പകുതി ചിലവാക്കി പകുതി പലയിടത്തും പോകുന്നതിൽ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? സുലൈമാൻ തുർക്കി ഫിലോക്കാലിയ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയതോടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന എല്ലാ മതസ്ഥരിൽ നിന്നും എന്തെങ്കിലും സംഭാവനകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ധ്യാനത്തിലൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ, ധ്യാനഗുരുവായിട്ട് ധ്യാനത്തിനാണ് വിളിക്കുന്നതെങ്കിൽ കത്തോലിക്കൽ മാത്രമേ വിളിക്കുകയുള്ളൂ, വേറെ പുറമേ ആരും വിളിക്കുകയില്ല. പക്ഷെ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, എന്റെ ഭാഷയല്ല, ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് സംഭാവന വാങ്ങുമ്പോൾ അത് കത്തോലിക്കൽ മാത്രമല്ല പല ആൾക്കാരിൽ നിന്ന് കിട്ടും. ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും ചിലപ്പോൾ നിരീശ്വരവാദികളിൽ നിന്നും ഇനി കത്തോലിക്കലല്ലാത്തവരും അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് കിട്ടും. ചാരിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് പണം കിട്ടും. അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ. അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് വെന്തചോറിൽ കൂറുമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോ സുലൈമാൻ തുർക്കിയുടെ അവസ്ഥ. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, അതുകൊണ്ട് വീഡിയോ തന്നെ ഇടാം, കണ്ടും കേട്ടും നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. ഷാലോം അലൈക്കും, അസ്സലാമു അലൈക്കും, ഓം ശാന്തി, നിങ്ങൾക്ക് സമാധാനം. അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഷാലോം അലൈക്കും. മനസ്സിലായല്ലോ? എല്ലാ വിഭാഗക്കാരിൽ നിന്നും ചാരി ഈറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവന കിട്ടാൻ വേണ്ടിയാണ് അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഓം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? എല്ലാ കൂട്ടരെയും സുഖിപ്പിച്ചു നിർത്തുക, അതാണ് ലക്ഷ്യം. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാത്തിടത്തോളം കാലം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും ഇവർ ഈ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, മറ്റാളുകൾ, കത്തോലിക്കരിൽ തന്നെയുള്ള ആളുകൾ, അവരൊന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി പണി കാണിച്ചതായി ഇതുവരെ എന്റെ അറിവിലില്ല. ആ കൂട്ടരാരും ഇതുപോലെ അസ്സലാമു അലൈക്കും എന്നോ ഓം ശാന്തി ഓം ശാന്തി ഓം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊന്നും എന്റെ അറിവിലില്ല. ഞാനിപ്പോ എന്തുകൊണ്ടാണ് സുലൈമാൻ തുർക്കിക്കെതിരെ ഈ വീഡിയോ ഇടുന്നത് എന്നുള്ള കാരണം ആദ്യമേ പറയാം. ഈ സുലൈമാൻ തുർക്കിയുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തുന്ന ധ്യാനങ്ങളിലെല്ലാം ഇസ്ലാമിനെയും ഖുറാനെയും മുഹമ്മദിനെയും ഒക്കെ പൊക്കി അടിക്കുന്നത് സ്ഥിര സംഭവമാണ്. ഈ ദിവസങ്ങളിലായി അങ്ങനെയുള്ള ധാരാളം ക്ലിപ്പുകൾ പല കത്തോലിക്കരും ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരാറുണ്ട്. നിങ്ങളെല്ലാം കൂടി ഞങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. പക്ഷേ ഈ മാരിയോ ജോസഫ് ഇസ്ലാമിനെ വെള്ളപൂശിക്കൊണ്ട് ആളുകളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് മാരിയോ പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യണമെന്നാണ് ക്ലിപ്പുകൾ അയച്ചു തരുന്ന എല്ലാവരും കത്തോലിക്കരാണ്. ഇവരെല്ലാം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. വാക്കുകൾക്ക് വ്യത്യാസം കാണും, പക്ഷെ ആശയം ഇത് തന്നെയാണ്. അച്ചാണി ഇല്ലാതെ തേര് മുച്ചാണ് ഓടില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? കത്തോലിക്ക മതത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്ര പരസ്യമായും ധൈര്യമായും സുലൈമാൻ തുർക്കി ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കത്തോലിക്ക മത നേതൃത്വത്തിന്റെ പിന്തുണ സുലൈമാൻ തുർക്കിക്കുണ്ട്. അങ്ങനെ ഒരു പിന്തുണ ഇല്ലാതെ കത്തോലിക്കരുടെ വേദികളിൽ ഇസ്ലാമിനെ പൊക്കി പറയാൻ സുലൈമാൻ തുർക്കി ധൈര്യപ്പെടില്ല. കത്തോലിക്കരെ കുറിച്ച് അവരുടെ നേതൃത്വത്തിനില്ലാത്ത വിഷമം എനിക്കെന്തിനാണ്? ഇടം കൊടുത്താൽ മഠം പിടുങ്ങുന്നവരാണ് ജിഹാദികൾ എന്നറിയാത്തവരല്ലല്ലോ ഈ മത നേതൃത്വം. കത്തോലിക്കർക്ക് ദോഷം വരുന്ന കാര്യത്തിനെ കത്തോലിക്ക നേതൃത്വം തടയട്ടെ, എനിക്കതിലെന്ത് കാര്യം? എനിക്കതിലെന്താ റോളുള്ളത്? റോളും ഇല്ല. ഇസ്ലാമിന്റെ ഭീഷണിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൽ കത്തോലിക്കരുമായി കുറച്ചു കാലം സഹകരിച്ചതിനുള്ള കൂലി എനിക്ക് സോഷ്യൽ മീഡിയയിലെ കത്തോലിക്കരിൽ നിന്ന് തന്നെ കഴിഞ്ഞ 2 കൊല്ലത്തിലധികമായി കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ജിഹാദികളിൽ നിന്നോ സംഘികളിൽ നിന്നോ നാസ്തികരിൽ നിന്നോ പോലും ഉണ്ടാകാത്ത തിക്താനുഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ കത്തോലിക്കരിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ കത്തോലിക്കരെ ബോധവൽക്കരിക്കാൻ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഒരു കല്ലിൽ തട്ടി ഒരു വട്ടം വീണാൽ പോരെ, എന്തിനാണ് പിന്നെയും അതേ കല്ലിൽ തട്ടി വീണ്ടും വീഴാൻ നിൽക്കുന്നത്? എനിക്കതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഓരോരുത്തർ അയച്ചു തരുന്ന വീഡിയോ ക്ലിപ്പുകൾ ഞാൻ പ്ലേ ചെയ്ത് കാണുമെന്നല്ലാതെ കൂടുതലൊന്നും ആ വിഷയത്തിൽ ചെയ്യാനുള്ള ഒരു മാനസിക പ്രേരണ എനിക്കുണ്ടായിരുന്നില്ല. സുലൈമാൻ തുർക്കിയുടെ വ്യാജ പ്രബോധനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള അജീഷ് ബ്രദറിന്റെ വീഡിയോയുടെ കീഴെ ഒരു കത്തോലിക്കനിട്ട കമന്റ് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭയെ പെന്തികൾ രക്ഷിക്കാൻ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന്. വേപ്പിൻ ഗുരുവിന് സാക്ഷി കാഞ്ഞിരക്കുരു എന്ന് പറഞ്ഞതുപോലെ സുലൈമാൻ തുർക്കിക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്ന കത്തോലിക്കർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വെറുതെ എന്തിനാണ് അവന്മാരുടെ തെറി കേൾക്കാൻ നിൽക്കുന്നത് എന്ന് തോന്നിയത് കൊണ്ടും കൂടിയാണ് സുലൈമാൻ തുർക്കിക്ക് മറുപടി പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയത്. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക സ്ഥിതി ഇതായിരുന്നില്ല. ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ പല സഹോദരന്മാരും സുലൈമാൻ തുർക്കിക്ക് മറുപടി കൊടുക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നു, പ്രത്യേകിച്ച് അജീഷ് ബ്രദറൊക്കെ. കാരണം ലവ് ജിഹാദിൽപ്പെട്ട ധാരാളം ഇരകളെ ആ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് അജീഷ് ബ്രദർ. അതിനുവേണ്ടി രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുറെ വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ് അജീഷ് ബ്രദർ. ലവ് ജിഹാദിന്റെ ഇരകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കത്തോലിക്ക സ്ത്രീകളുമാണ്. അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കണം അജീഷ് ബ്രദർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. കാരണം കുറെ പേരെയൊക്കെ അതിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സുലൈമാൻ തുർക്കിയുടെ ഒക്കെ ഇപ്പോഴത്തെ ഈ പരിപാടി കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇനി ആളുകൾ പോവുകയുള്ളൂ. ഇസ്ലാമാണ് വലിയ സംഭവം എന്നുള്ള നിലയിൽ പുള്ളി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് പലരും അത് ശരിയാണെന്നുള്ളതല്ല അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് അജീഷ് ബ്രദർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളവും കണ്ടാൽ പേടിക്കും എന്നല്ലേ ചൊല്ല്.
ഉച്ചയേക്കാൾ ബുദ്ധി എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഈ മാനത്തുകൂടി പോകുന്ന മാറാപ്പിന് ഏണി വെച്ച് മുതുക് കാട്ടേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനില്ല, നിങ്ങൾ ആരെങ്കിലും മറുപടി കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പൊ അജീഷ് ബ്രദർ പറഞ്ഞു മാരിയക്കുള്ള മറുപടി അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതനുസരിച്ച് അജീഷ് ബ്രദർ സുലൈമാൻ തുർക്കിയുടെ ഒരു വീഡിയോ ക്ലിപ്പിന് മറുപടി ഇടുകയുണ്ടായി. മാരിയോ ജോസഫും നിക്കാഹും ഭാഗം 1 എന്ന പേരിൽ ആ വീഡിയോ അജീഷ് ബ്രദറിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കേട്ടു നോക്കാവുന്നതാണ്. അജീഷ് ബ്രദർ മറുപടി പറഞ്ഞ സുലൈമാൻ തുർക്കിയുടെ ആ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഇത് മറുപടി അർഹിക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം. മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. 1 സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചവന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത് കൂടുതൽ കിളിയായിരിക്കും. അവൻ എവിടെയെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവൻ എവിടെയെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്, അത് സത്യമല്ലേ? ഒരു സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. 2 സുരക്ഷിതമായ ദാമ്പത്യം, സെക്സ്. വിവാഹം കഴിക്കാത്ത ആൾക്ക് സെക്സ് ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ കിട്ടും, പക്ഷെ സുരക്ഷ ഉണ്ടാവില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ ഒരുപാടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സിലിബസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താൽ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ച. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവനെ കാഫിറാന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗ്ഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല. ചുരുക്കം 3 സേഫ് ചിൽഡ്രൻ. അതായത് വിവാഹം കഴിച്ചാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ കണ്ടെടുത്തെല്ലാം മക്കൾ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് സുരക്ഷിതമില്ലാതെ പോയില്ലേ? ഒരു സൊസൈറ്റി തകർന്നു പോകില്ലേ? അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. കേട്ടല്ലോ, മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണം. പക്ഷെ ഇദ്ദേഹം ഈ പറയണത് തെറ്റാണ്. മക്കൾക്ക് പേരൻസ്, ഇദ്ദേഹം ഈ പറയുന്നത് മൊത്തം തെറ്റാണ്. ആരെന്നറിയാമോ? ഈ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ. ഇസ്ലാം വിവാഹത്തിന് വെച്ചിരിക്കുന്നത് 4 മാനദണ്ഡങ്ങളാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നുമല്ല പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. 4 മാനദണ്ഡങ്ങൾ. 1, ആ പെണ്ണിന്റെ തറവാടിത്തം നോക്കണം, കുലമഹിമ. അതാണല്ലോ പ്രവാചകൻ ഖദീജയിൽ കണ്ടത്. അപ്പോ തന്തയും തള്ളയും ഒന്നും ഇല്ലാതെ ഓർഫനേജിലൊക്കെ വളരുന്ന കുട്ടികൾ, മാതാപിതാക്കൾ ഇല്ലാത്തവർ, അതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ തറവാടിത്തം നോക്കണം, കുലമഹിമ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ് ഇസ്ലാമില്. 2, സൗന്ദര്യമുള്ള പെണ്ണിനെ നോക്കണം. ആസ്വദിക്കണ്ടേ? നമ്മള് ഒന്ന് നോക്കിയാൽ നമുക്ക് സന്തോഷം പകരുന്ന പെണ്ണ്. അപ്പോൾ സൗന്ദര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 3, സമ്പത്താണ് പ്രവാചകൻ പറഞ്ഞത്. സമ്പത്ത് വേണം, ജീവിക്കണ്ടേ? സ്ത്രീധനത്തെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിച്ച ഒരു മതവും കൂടി ഇസ്ലാമാണ് എന്ന് പറയേണ്ടി വരും. ഇനി 4, മതം, ദീന് വേണം. ഈ 4 മാനദണ്ഡങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് തറവാടിത്തം വേണം, സൗന്ദര്യം വേണം, സമ്പത്തു വേണം, മതം വേണം. ഇത് 4 ഉള്ള വ്യക്തിയായിരുന്നു ഖദീജ. ഖദീജ ഉന്നത തറവാടിയ. സമ്പത്താണെങ്കിൽ അതിന്റെ മുകളിലാണ് ഇവർ അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. മതവുമുണ്ട്. സൗന്ദര്യമാണെങ്കിൽ പറയാനുമില്ല. പ്രവാചകൻ 28 വയസ്സും ഖദീജയ്ക്ക് 25 വയസ്സും. ഖദീജയ്ക്ക് 28 വയസ്സും പ്രവാചകന് 25 വയസ്സ്. ഇവരിങ്ങനെയൊക്കെ പറയാ, പ്രവാചകന് 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഖദീജയ്ക്ക് 40 വയസ്സുണ്ടെന്നൊക്കെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കാല്ല. പ്രവാചകന് 25 വയസ്സും ഖദീജയ്ക്ക് 28 വയസ്സും, 3 വയസ്സ് ഡിഫറൻറ്റ്. ഇങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞ 4 കാരണങ്ങൾ മതമാണോ എന്ന് നോക്കാം. മറ്റതിന് മറുപടി പറയേണ്ടത് അനിൽകുമാർ ബ്രദറാണ്, ഞാനല്ല. കാരണം എനിക്ക് കാത്തലിക് വിശ്വാസത്തെക്കുറിച്ച് അറിയില്ല, ബൈബിളിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് അവരാണ്, അവരുടെ മതമാണ്. അവർക്കാണ് മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ആ മതം പ്രചരിപ്പിക്കേണ്ടതും അവർ തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും കല്ലും നെല്ലും പാട്ടുപാടുന്ന ആ രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ? അത് ശരിയാണോ? അങ്ങനെയാണോ ധ്യാനം കൂടേണ്ടത്? അദ്ദേഹം പറഞ്ഞതിൽ എത്രമാത്രം തെറ്റുണ്ട് എന്ന് പറയേണ്ടത് അദ്ദേഹമാണ്, നമ്മളല്ല. ഇനിയും ഇസ്ലാം സംരക്ഷണ മാർഗമാണ് വിവാഹം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് കേട്ടോ, പുല്ലിംഗമാണ് പ്രയോഗിച്ചത്. അവന് സംരക്ഷണം. 4 ദിവസം വീണു പോയാൽ നോക്കാൻ ഒരാള്,
അപ്പോ വിധവകളെയൊക്കെ കെട്ടി സംരക്ഷിച്ച പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഖദീജയ്ക്ക് 16 വയസ്സിൽ, ആയിഷയ്ക്ക് 16 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 16-കാരിയായ ആയിഷയെ കെട്ടരുത് എന്ന് പറഞ്ഞു ഖുർആനിൽ ആയത്തില്ലേ? എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അവർക്ക് സംരക്ഷണം വേണ്ടേ? വിധവകളെ കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ പ്രവാചകൻ? അപ്പൊ വേണ്ടേ സംരക്ഷണമൊന്നും? നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ വേറെയാണല്ലേ. വിവാഹം കഴിച്ചാൽ മാത്രമേ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് പഠിപ്പിച്ചത് പ്രവാചകനാണ്. അപ്പൊ ഇദ്ദേഹം ഈ മതത്തിൽ നിന്നും മടങ്ങിപ്പോയെങ്കിലും, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയെങ്കിലും, അദ്ദേഹത്തിൽ ആ മതത്തിന്റെ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന സത്ത അടങ്ങിയിട്ടുണ്ട്. പിന്നെ 2, സുരക്ഷിതമായ ദാമ്പത്യം സെക്ഷുവൽ ഡിസീസിനൊക്കെ കാരണമാണ്, അതിനൊക്കെ ഒരു പരിഹാരമാണെന്ന് പറയുന്നു. അടിമ സ്ത്രീകളുമായി സെക്സ് ചെയ്ത പ്രവാചകന് എന്ത് രൂപത്തിലുള്ള സെക്ഷുവൽ കംഫർട്ടബിൾ ആണ് ഉണ്ടായിരുന്നത്? ശരീരം ദാനം ചെയ്യാൻ വന്ന സ്ത്രീകളുമായി കിടക്ക പങ്കിട്ട പ്രവാചകന് എന്ത് സെക്ഷുവൽ കംഫർട്ടാണ് ഉണ്ടായിരുന്നത്? ഭാര്യയുമായി സെക്സ് ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം മറ്റൊരു പെണ്ണിനെ പിടിച്ച ബെഡിൽ കിടത്തി അവളുമായി സെക്സ് ചെയ്തത് കണ്ടുകൊണ്ട് വന്ന ഭാര്യ ഇനിയും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ രാത്രി ഹഫ്സയുമായും പ്രവാചകൻ സെക്സ് ചെയ്യുമായിരുന്നു. എന്ത് കംഫർട്ടബിലിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്? 9ഉം 11ഉം ഭാര്യമാരുമായി 1 മണിക്കൂർ കൊണ്ട് സെക്സ് ചെയ്തിരുന്ന പ്രവാചകനെ കുറിച്ചിട്ടാണ് ഹദീസുകൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കഴുകാൻ പോയിട്ട് തുടയ്ക്കാനെങ്കിലും സമയമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പിന്നെ പ്രകൃതിക്കിണങ്ങിയ രൂപത്തിൽ അല്ലേ മുസ്ലിങ്ങള് സന്യാസം സ്വീകരിക്കുന്നില്ല. അപ്പോ കെട്ട് നിർബന്ധമാണല്ലേ, ഇസ്ലാമിൽ സന്യാസമില്ല. അത് ശരിയാ. പ്രവാചകനോട് ഒരിക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, പ്രവാചകരെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ച് ജീവിക്കാൻ പോകുകയാണ്. ഇപ്പൊ നബി പറഞ്ഞു, അങ്ങനൊന്നും വേണ്ട, നീ കിട്ടിക്കോ. വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ ഇനി ഞാൻ ബാത്റൂമിൽ പോലും പോകുന്നില്ല, ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അള്ളാഹുവിനെ ആരാധിച്ച് തന്നെ ജീവിതം കഴിച്ചു കൂട്ടാൻ പോവാണ്. പറഞ്ഞു, വേണ്ട, നീ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയം മാത്രം അള്ളാഹുവിനെ സേവിച്ചാൽ മതി, അതൊന്നും പാടില്ലാത്തതാണ്, അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ മറ്റവരൊക്കെ ചെയ്യുന്ന സന്യാസത്തെ കുറിച്ച ചോദ്യം ഇതാണ്. 16 വയസ്സിൽ വിധവയാകേണ്ടി വന്ന ആയിഷ പിന്നീട് വരുന്ന 47 വർഷം ജീവിച്ചപ്പോൾ പ്രകൃതിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? അവര് പ്രസവിച്ചിട്ടില്ലല്ലോ. പക്ഷെ മാരടം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം പുലകുടി ബന്ധത്തിലൂടെ കുറെ സഹോദരന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആലോചിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കി വേണം ഒരു വസ്തുത സമൂഹത്തിൽ വന്ന് പറയാൻ. ശരി ാണുള്ളത്. ഇസ്ലാം മതമാണ് വിവാഹത്തെ കുറിച്ചുള്ള ഈ അതിപ്രധാന കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചതെന്നാണ് ധ്യാനഗുരു സുലൈമാൻ തുർക്കി പറയുന്നത്. ഇതിനേക്കുള്ള മറുപടി വിശദമായി തന്നെ അജീഷ് ബ്രദർ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. വിവാഹം കഴിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ സുരക്ഷയുണ്ടാകുമെന്ന് ഇസ്ലാം മതം പഠിപ്പിച്ചു എന്ന സുലൈമാൻ തുർക്കിയുടെ ആദ്യത്തെ പോയിന്റ് മാത്രം ഒന്ന് ചെറുതായി വിശകലനം ചെയ്യാം. വിവാഹ ജീവിതത്തിന് യാതൊരു സുരക്ഷയുമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. അതിന്റെ കാരണം ബഹുഭാര്യാത്വം കൽപ്പിക്കുകയും ഏകഭാര്യാത്വം അനുവദിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളതാണ്. സൂറ 4:3 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിന് വിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. സൂറ 4:3. ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് കണ്ടോ? 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാണ്. എന്ന് വെച്ചാൽ 4-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം ഇപ്പൊ അദ്ദേഹം കാണിച്ചു തന്നെ. വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ തുആബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ. നിനക്ക് അനാഥകളോട് നീതി പാലിക്കാൻ സാധിക്കില്ലായിരിക്കും, അപ്പൊ നീ ഭയപ്പെടുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ സനാഥരായ, അതായത് പേരൻസ് ഉള്ള സ്ത്രീകളിൽ നിന്ന് ഈ 2, 3 നന്നാലോ, അതിന് ഇമാം അത്വബരി കൊടുത്ത വിശദീകരണം ഈ 2 2 × 2 ഒറ്റ തവണ 4 എണ്ണം കെട്ടണം. അടുത്തത് 3 3 × 3 9 എണ്ണം കെട്ടണം. ഇനി 4 4 × 4 16. മൊത്തം കൂടി എത്ര കിട്ടി?
അത്രയും കെട്ടാമെന്നാണ് ഇമാം അത്തുബരി വിശദീകരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ നബിക്ക് അത്ര ആയിട്ടില്ലെന്ന് വേണം പറയാൻ. ാണ് ഖുർആൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നത്. ഇത്രയധികം ഭാര്യമാരെ പോറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യത്തെ ഭാര്യയിൽ തന്നെ ഒതുങ്ങി കൂടിക്കോ എന്നാണ് ഖുർആന്റെ പഠിപ്പിക്കൽ. ലോകത്ത് ബഹുഭാര്യാത്വം അനുവദിച്ചിട്ടുള്ള മതങ്ങളിൽ ഇസ്ലാം മതം ഒഴികെ ബാക്കിയുള്ളവയിൽ എല്ലാം തന്നെ ഏകഭാര്യാത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിവൃത്തിയില്ലെങ്കിൽ മാത്രം ബഹുഭാര്യാത്വം അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം മതത്തിൽ മാത്രം ബഹുഭാര്യാത്വം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏകഭാര്യാത്വം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് കൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വിവാഹ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മതത്തിൽ എന്ത് വിവാഹ സുരക്ഷയുണ്ടെന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത്? എനിക്ക് കണ്ണൂർ, കാസർഗോഡ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായി ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട്. ഇതിൽ കണ്ണൂരും ലക്ഷദ്വീപിലുമുള്ള മുസ്ലിം സ്നേഹിതരുടെ ഭവനങ്ങളിൽ പലവട്ടം പോയി താമസിച്ചിട്ടുള്ളതിനാൽ അവരുടെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും എനിക്ക് നല്ല അടുപ്പവും ഉണ്ട്. അവിടെയുള്ള വിവിധ പ്രായക്കാരായ സ്ത്രീജനങ്ങളുമായി സംസാരിച്ചിട്ടുള്ളതിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഒരു മുസ്ലിം സ്ത്രീ തന്റെ ജീവിതകാലം മുഴുവൻ ഒരുതരം അരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത്. അവരാരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. അതായത് കുട്ടിക്കാലത്ത് വാപ്പ തങ്ങളെ ഉപേക്ഷിച്ച് വേറെ നിക്കാഹ് കഴിക്കുമോ എന്ന ഭയമായിരിക്കും അവർക്കുണ്ടാവുക. ഇനി യൗവനത്തിലായി അവർ വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സപത്നിയായി വേറെ ഒരുവളെ കൊണ്ടുവരികയോ ചെയ്യും എന്നുള്ളൊരു ഭയമാണുള്ളത്. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് വന്നു വെച്ചോ, വാർദ്ധക്യമാകുമ്പോൾ തന്റെ അതിലുപരി ഏത് സമയവും ത്വലാഖ് എന്ന ഭീകരൻ വന്ന് നമ്മുടെ തലയിലേക്ക് വീഴുമോ, നമ്മൾ അനാഥരായി പോകുമോ, വിധവകളായി പോകുമോ, നോക്കാൻ ആളില്ലാതെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയി അടുക്കളയിൽ ഒതുങ്ങുമോ, സഹോദരന്റെ മക്കളെ കുളിപ്പിച്ച് അവരെ നോക്കി കാലം കഴിക്കേണ്ടി വരുമോ എന്ന് ഭയന്നാണ് ഓരോ പെണ്ണും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ. അല്ലെങ്കിൽ പേരക്കുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം. കാരണം ഖുർആൻ അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്, തലാഖ് ചൊല്ലാനുള്ളത്, വേറെ കെട്ടാനുള്ളത്. മനസ്സിലായോ? 2-3-4 പേരെ കെട്ടിക്കൊള്ളുക, ഈ 4 പേരെയും മൊഴി ചൊല്ലാനുള്ള അനുവാദം ഖുർആൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൊഴി ചൊല്ലി കഴിഞ്ഞിട്ട് വേറെ 4 പേരെ കെട്ടാം, അവരെ മൊഴി ചൊല്ലിട്ട് വേറെ 4 പേര്, അങ്ങനെ എത്ര വേണമെങ്കിലും കെട്ടാം. അതുപോലെയുള്ള പരിപാടിയാണ് ഖുർആൻ കൊടുത്തിരിക്കുന്നത് ഇസ്ലാം മതത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറമേക്ക് എത്രയൊക്കെ ചിരിച്ചു കളിച്ചാലും മരണം വരെ ഇങ്ങനെ അകമേ സമാധാനമില്ലാത്ത ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഉപബോധ മനസ്സോടെയാണ് ആ പാവങ്ങൾ ജീവിക്കുന്നത്. ഇതിന്റെ കാരണം സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ തന്നെയുമല്ല, ഇനിയും സ്ത്രീകളുമായി ഇവര് അന്യ സ്ത്രീകളോട് ബന്ധപ്പെട്ട് പോയാലും ശരി പെണ്ണ് ഒതുങ്ങണം, അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോകണം. ഇനി അതല്ല, ഒരു പെണ്ണ് പുരുഷനിൽ നിന്നും വിവാഹമോചനം ആഗ്രഹിക്കുകയും മതപണ്ഡിതന്മാരോടോ വീട്ടുകാരോടോ ഈ വിഷയം സംസാരിക്കുകയും ചെയ്താൽ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസും പൊക്കിയെടുത്തുകൊണ്ട് ഇവർ പറയും അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങും ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ. അപ്പോ ഇവളെ ഇങ്ങനെ തളച്ചിട്ട് ഇവളിങ്ങനെ ദുരിത ജീവിതം പേറിയാൽ മാത്രമേ അള്ളാഹുവിന് ഇവിടെ അമർന്നിരിക്കാൻ കഴിയുള്ളൂ എന്ന് എന്നെ പോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ മതം തന്നെ നമുക്ക് വേണ്ട, സ്ത്രീകളെ എന്നും അടിമയാക്കി വിൽപ്പന ചരക്കാക്കി ഭോഗവസ്തുവാക്കി വെറും ഒരു സെക്സ് ടോയായി മാത്രം കാണുന്ന ഈ മതം എന്തിനാണ്? ചിലർക്ക് ധൈര്യമുണ്ടാകും അത് തുറന്നു പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങി രംഗത്ത് വരാൻ, മറ്റു ചിലർ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ ലൈഫ് ടൈം മുന്നോട്ട് പോകും. 2-3-4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന ഖുർആൻ സൂക്തമാണ് താൻ. സ്ത്രീകളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ചവിട്ടി അരയ്ക്കുന്ന വിധം ബഹുഭാര്യ സമ്പ്രദായത്തിന് ഓശാന പാടുന്ന പുസ്തകമാണ് ഖുർആൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബഹുഭാര്യാത്വം കൽപ്പിക്കുകയും ഏകഭാര്യാത്വം അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മതത്തിനകത്ത് എന്ത് വിവാഹ സുരക്ഷയാണുള്ളതെന്ന് സുലൈമാൻ തുർക്കി പറയണം. വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ ഇസ്ലാമിലെ വിവാഹം സുരക്ഷയാണ് എന്ന്. അത് എന്ത് സുരക്ഷയാണ്? അത് ആർക്കാണ്? ആ പുരുഷന്മാർക്കല്ലേ? സ്ത്രീ ഈ 4 സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് ഇദ്ദേഹം പറയണം. അതിലുപരി ഈ പ്രവാചകൻ എത്ര സ്ത്രീകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. 5 വയസ്സും 10 മാസവും മാത്രം പ്രായമായ ആയിഷ എന്ന കുഞ്ഞുമോളെ കണ്ടപ്പോൾ കാമനിർഭരനായ മനുഷ്യൻ ഇദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ആയിഷയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നി, അവളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി. ആ കുഞ്ഞിന്റെ അന്ന് പ്രവാചകൻ 53 വയസ്സാണുള്ളത് എന്ന് ഓർക്കണം. ആ കുഞ്ഞിന്റെ ബാല്യം നശിപ്പിച്ചു. കളിപ്പാട്ടങ്ങളുമായി മുറ്റത്തും തൊടിയിലും കളിച്ചു നടക്കേണ്ടുന്ന കുഞ്ഞ്
പ്രവാചകന്റെ വസ്ത്രത്തിൽ നിന്നും ശുക്ലം ചുരണ്ടിക്കളയുന്ന ജോലിയിൽ ഏർപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത്, ആയിഷയ്ക്ക് പക്വതയായിട്ടില്ല എന്ന് അള്ളാഹുവിന് തോന്നി. അങ്ങനെ അള്ളാഹു ആയിഷയ്ക്ക് ഒരു പീരീഡ് കൂടി കൊടുത്തു, 2 വർഷം കൂടെ വീട്ടിൽ നിന്നോ. കാരണം ഇത് ചുരണ്ടിക്കളയാനുള്ള ആവതി 5 വയസ്സുകാരിയുടെ കൈക്ക് വേണ്ടേ. എന്നിട്ട് പ്രവാചകൻ ആയിഷയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഹൂർലീൻ പർദ്ദയോ പട്ടുസാരിയോ ആയിരുന്നില്ല കൊണ്ടുപോയിരുന്നത്. അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഈ മനുഷ്യൻ പറയുവാണ്, കളിക്കുന്ന പാവക്കുട്ടികളെയായിരുന്നു ആ പൈതലിന് കൊണ്ടു കൊടുത്തിരുന്നത്. അതിൽ നിന്ന് തന്നെ ആയിഷയുടെ സെക്ച്വൽ മെച്യൂരിറ്റി എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോ ഇനി ഈ പ്രവാചകൻ ഈ കുഞ്ഞിന്റെ ബാല്യം കളഞ്ഞു, ശൈശവം കളഞ്ഞു, കൗമാരം കളഞ്ഞു, സ്വപ്നം കണ്ട് നടക്കേണ്ടുന്ന ഒരു പ്രായം, കിളികളുടെ ശബ്ദം, വെള്ളം വന്നു വീഴുന്ന ശബ്ദം, പൂക്കളും പുഴകളും ഒക്കെ സ്നേഹിച്ച് നടക്കേണ്ടുന്ന പ്രായത്തിൽ ആ കൗമാരക്കാരിയെ 30 പുരുഷന്റെ ലൈംഗിക ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു സെക്സ് ടോയ് ആക്കി മാറ്റി. എന്ത് സുരക്ഷയാണ് ആ കുഞ്ഞിന് ഈ 53കാരൻ നൽകിയത്. കൗമാരവും കളഞ്ഞു, ഇനിയും യൗവനമോ, അതും മക്കളുമില്ല, ഭർത്താവുമില്ല, മാതാപിതാക്കളുമില്ല, നരകിച്ച് ജീവിക്കേണ്ടി വന്നു. വാർദ്ധക്യം അതിനേക്കാൾ നരകിച്ച്. ഈ പ്രവാചകന്റെ മരണശേഷം 47 വർഷത്തോളം നരകതുല്യമായ വേദന അനുഭവിച്ച പെണ്ണുരുത്തി ജീവിച്ചു മരിച്ചു. കാരണം പ്രവാചകന്റെ മരണശേഷം ഇനി ആരും പ്രവാചക പത്നിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ വചനമിറങ്ങി. പാടില്ല, അത് തെറ്റാണ്. കാരണം ഇന്നലെ വരെ അബൂബക്കർ എന്ന പിതാവ് 5 വയസ്സുകാരിയെ മുഹമ്മദിന് വിവാഹം ചെയ്തു കൊടുത്തത് മുതൽ ഈ 5 വയസ്സുകാരിയുടെ മകനായി മാറി. ഇതുവരെ മോളെ ആയിഷ എന്ന് വിളിച്ചിരുന്ന അബൂബക്കറിനെ ഉമ്മ എന്ന് വിളിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. 5 വയസ്സുകാരിയായ മകളെ കെട്ടിയത് നബിയല്ലേ. അപ്പൊ നബി കിട്ടുന്ന എല്ലാ പെണ്ണുങ്ങളും പ്രവാചകന്റെ ഭാര്യമാരെല്ലാം എല്ലാ വിശ്വാസികളുടെയും മാതാവാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഈ മാതാവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കരുതെന്നും മറയ്ക്ക് പിന്നിൽ നിന്നേ ചോദിക്കാൻ പാടുള്ളൂ എന്നും ഖുർആനിൽ വചനമുണ്ട്. ഉമ്മമാരെ ആരെങ്കിലും സംശയിക്കുമോ? അപ്പോൾ ഈ പ്രവാചകൻ ഒരു സംശയ രോഗിയായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ച ഈ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ ലഭിച്ചു എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത് എന്ന് സുലൈമാൻ ദാരിമിയാണ് വ്യക്തമാക്കേണ്ടത്. ഒരിക്കല് പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നു. അദ്ദേഹം അന്ധനാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ പ്രവാചകൻ ഭാര്യമാരോടും മകളോടും പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് പോയിക്കോ. അപ്പൊ അവര് ചോദിച്ചു, ഫാത്തിമ ചോദിച്ചു, പാപ്പാ അയാൾ അന്ധനല്ലേ, അയാൾ നമ്മളെ കാണത്തില്ലല്ലോ. അയാള് നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അയാളെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ആ സ്ത്രീകള് എന്ത് നരകതുല്യമായ ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നബി കെട്ടിയ സ്ത്രീകൾ 2 ചേരികളിലായി പരസ്പരം നമ്പർ 1 യുദ്ധവും കലഹവുമായി. സമാധാനം കിട്ടാതെ കക്ഷി എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുമ്പോഴാണ് ദൈവിക വചനങ്ങളൊക്കെ വന്നിറങ്ങുന്നത് എന്നാ പറയുന്നത്. അപ്പോൾ എന്ത് സുരക്ഷയാണ് സ്ത്രീകൾക്കുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് മാത്രമല്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സർവോപരി സ്വാതന്ത്ര്യം കാണാൻ പോലും ഇല്ല. വല്ല സുരക്ഷയും ഇതിനകത്തുണ്ടോ? സുലൈമാൻ തുർക്കി മറുപടി പറയണം. സുലൈമാൻ തുർക്കിയുടെ ഈ ക്ലിപ്പിൽ നിക്കാഹിനെ പൊക്കി പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അജീഷ് ബ്രദർ ഇട്ട വീഡിയോയുടെ കീഴിൽ സുലൈമാൻ തുർക്കി ഇട്ട കമന്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണമായത്. ആ കമന്റ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇത് ഒരു അജീഷ് കെ ജോസഫ് ആണ്. അയാൾ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു, അതും എന്റെ കുടുംബത്തിന് എതിരെ. അപ്പോൾ ഞാൻ അയാളുടെ ഭാര്യയെ കുറിച്ച് തേടി, പക്ഷെ ഗൂഗിൾ ഒരു അറിവും തന്നില്ല. നിങ്ങൾക്ക് വല്ല അറിവും ഉണ്ടോ ഇയാളുടെ കുടുംബത്തെക്കുറിച്ച്? ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ബാക്കി പറയാം. ഇതാണ് സുലൈമാൻ തുർക്കി ഇട്ട കമന്റ്. അജീഷ് ബ്രദർ തന്റെ വീഡിയോയുടെ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ പോസ്റ്റിൽ സുലൈമാൻ തുർക്കി വന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇയാൾക്ക് കുടുംബം ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അപ്പൊ എനിക്ക് കുടുംബം ഉണ്ട് എന്ന് അജീഷ് ബ്രദർ അതിന്റെ താഴെ ഒന്ന് മറുപടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സുലൈമാൻ തുർക്കി ഇട്ടത് ഒരു സ്ക്രീൻഷോട്ടാണ്. ആ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. സുലൈമാൻ തുർക്കി ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാനത് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. വൈഫ് ഓഫ് അജീഷ് കെ ജോസഫ് ഇൻ MA LA എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ മാളെ ആയിരിക്കും അദ്ദേഹത്തിന്റെ വിചാരം, അജീഷ് ബ്രദർ മാളയിലാണ് താമസിക്കുന്നതെന്നായിരിക്കും. അതുകൊണ്ടായിരിക്കണം.
അതായത് അങ്ങനെയാണ് അദ്ദേഹം ഗൂഗിൾ ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴാണ് ഇതിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത്. അജീഷ് ബ്രദറിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, സുലൈമാൻ തുർക്കിയുടെ കുടുംബത്തെ കുറിച്ച് യാതൊരു അക്ഷരം പോലും അജീഷ് ബ്രദർ പറഞ്ഞിട്ടില്ല. എന്റെ കുടുംബത്തിനെതിരെ അജീഷ് കെ ജോസഫ് വീഡിയോ ഇട്ടു എന്ന് സുലൈമാൻ തുർക്കി പറഞ്ഞത് തക്കിയാണ്, പച്ചക്കള്ളം. മാത്രമല്ല അതൊരു ഇരവാദവും കൂടിയാണ്. അജീഷ് ബ്രദറിന്റെ വീഡിയോ കാണാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാനും തനിക്ക് അനുകൂലമായി അവരുടെ മനസ്സിൽ ഒരു സഹതാപ ചിന്ത ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള സുലൈമാന്റെ ഇരവാദ കരച്ചിലാണത്. ഈ കള്ളം പറച്ചിലും ഇരവാദ കരച്ചിലും മലയാളി ജിഹാദികളുടെ സ്ഥിരം പരിപാടിയാണ്. മനസ്സിലായി, അവരുടെ സ്ഥിരം പരിപാടിയാണ്. അത് മാത്രമല്ല, ഇസ്ലാമിലെ വിവാഹം മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കിയ സുലൈമാൻ തുർക്കിയുടെ വ്യാജ അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അജീഷ് ബ്രദർ വീഡിയോ ചെയ്തപ്പോൾ അതിനെതിരെ മറുപടി ഒന്നും പറയാനില്ലാത്ത സുലൈമാൻ തുർക്കി എന്താണ് ചെയ്തതെന്ന് കണ്ടോ? അജീഷ് ബ്രദറിന്റെ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അക്കാര്യം കമന്റിൽ പറയുക മാത്രമല്ല, അജീഷ് ബ്രദറിന്റെ ഭാര്യയെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ജിഹാദികളുടെ സ്ഥിരം അടവുകളാണ്. ഫേസ്ബുക്കിൽ വന്ന ആദ്യകാലം മുതലേ ഞാനിത് കാണുന്നതാണ്. അന്ന് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിവാഹിതരായ ആളുകൾ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും വിമർശനം നടത്തിയാൽ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കുടുംബ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭാര്യയുടെയും പെൺമക്കളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അയാൾ ഇടുന്ന പോസ്റ്റുകളുടെയും അല്ലെങ്കിൽ കമന്റുകളുടെയും ഒക്കെ കീഴിൽ ഒട്ടിച്ചു വെച്ച് അയാളെ മാനസികമായി തകർക്കുന്ന പരിപാടി ജിഹാദികൾ ചെയ്യുന്നത് ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരോടും ഈ തന്ത്രം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുലൈമാൻ തുർക്കിയുടെ ഈ കമന്റ് കണ്ടപ്പോൾ ഇത് ജിഹാദി തരമാണ്, ഇതിനൊരു മറുപടി പറയാതെ വിടാൻ പാടില്ല എന്ന ചിന്തയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ബാബു ജോസ് എന്ന കത്തോലിക്ക സുഹൃത്ത് സുലൈമാൻ തുർക്കിയുടെ കള്ളത്തരങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ ആ പോസ്റ്റിലും വന്ന് സുലൈമാൻ തുർക്കി ഇട്ട കമന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ബാബു ജോസിനെ കൊണ്ട് വേഷം കെട്ടിക്കുന്നവരായ അൽമായരും വൈദികരും താമസിയാതെ ചില പാഠങ്ങൾ പഠിക്കും, കാത്തിരുന്ന് കാണുക, അപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞു, സൈബർ നുണകൾ പറയില്ല. ആ ത്രെഡില് ബാബു ജോസ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സാധാരണ മരിയോക്കെതിരെ ആരോപണം വരുമ്പോൾ ഇന്റർനാഷണൽ കാൾ ഭീഷണികൾ ചെല്ലാറുണ്ട്. അങ്ങനെ ഭീഷണി കിട്ടിയ പുരോഹിതരും ആത്മായരും അറിയിച്ചിട്ടുണ്ട്. മാരിയോയുടെ ക്രിസ്തീയ പ്രബോധനത്തിലെ കെണികൾ ക്രിസ്ത്യാനികളും പുരോഹിതർ പോലും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ജിഹാദികൾക്ക് കൊള്ളേണ്ട ആവശ്യം? എന്തിനാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് ബാബു ജോസ് ചോദിക്കുന്നത്. ഇത് പല കത്തോലിക്കരും പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാരിയോക്കെതിരെയുള്ള പോസ്റ്റിൽ ഞാനൊരു കമന്റ് ഇട്ടതേ ഉള്ളൂ ബ്രദറെ. അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു. ഇന്റർനാഷണൽ നമ്പറിൽ നിന്നാണ് വിളി വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ തയ്യാറായിക്കോ എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരാളുടെ അനുഭവമല്ല, പല ആളുകളുടെ അനുഭവമാണ്. കത്തോലിക്കരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സുലൈമാൻ തുർക്കിക്കെതിരെ സംസാരിച്ചിരുന്ന പല കത്തോലിക്ക പുരോഹിതന്മാരും ഇപ്പൊ സുലൈമാനെതിരെ ഒരക്ഷരം മിണ്ടാറില്ല എന്നുകൂടി അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഞാനിപ്പോ ഈ വീഡിയോ മുമ്പൊക്കെ അദ്ദേഹം യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നത്, എന്താണ് ഇസ്ലാം, എന്തല്ല ഇസ്ലാം, എന്തുകൊണ്ടാണ് താൻ ഇസ്ലാം വിടാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുപാട് കൗൺസിലിംഗ് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുന്നു. ഖുർആൻ പറയുകയാണ്, യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് ചെളി വാരിയെടുത്ത് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിയപ്പോൾ അത് ജീവനുള്ള പക്ഷിയായി പറന്നു. ഖുർആൻ പറയുന്നു, ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ട് രോഗിയെയും കുഷ്ഠരോഗിയെയും യേശുക്രിസ്തു സുഖപ്പെടുത്തി. മയ്യത്തായ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തു, മരിച്ചുപോയ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തെന്ന് ഖുർആൻ. അടുത്ത വാക്ക് ഖുർആൻ പറയുകയാണ്, യേശു സ്വർഗത്തിലേക്ക് പോയി, അവൻ ഇപ്പോഴും ജീവിക്കുന്നു, അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യുമെന്ന്. ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു, യേശു ദൈവമല്ല. അപ്പൊ ഒരാൾ പറയാം യേശു ആരാന്ന് പറയാം. അള്ളാഹിനോട് ഞാൻ പറഞ്ഞു, അള്ളാഹുവെ നീ പറയണം യേശു ആരാ. ഖുർആൻ വായിച്ചു. ഖുർആൻ പറയാണ്, യേശു ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. 2 ദിവസമുള്ളപ്പോൾ സംസാരിച്ചു, ചെളികൊണ്ട് പക്ഷിയെ സൃഷ്ടിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, വീണ്ടും വരും. എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ച് ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഒരു നിസ്സാര കാര്യം. നിങ്ങൾ വേറെ മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയാന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്, അത്രേ ഉള്ളൂ. മുഹമ്മദ് നബി മരിച്ചുപോയാളാണ്. മദീനയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്ക്. പക്ഷെ ഖുർആൻ പറയുന്നു യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പൊ ചോദ്യം ഇതാണ്, മരിച്ചുപോയ ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ല ജീവനുള്ള ആളെ സ്നേഹിക്കണമോ? ഇതാണ് എന്റെ ചോദ്യം. പിന്നീട് ഞാൻ അറബി കോളേജിൽ വെച്ച് ഒത്തിരി തർക്കങ്ങളിൽ ഏർപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല, ഞാൻ ആ ഭാഗം കട്ട് ചെയ്തേക്കാം. കാര്യം ഖുർആൻ പറയാണ് യേശു വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ എന്താ?
ബൈബിളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം മനുഷ്യനായെന്ന 14-ാമത്തെ വാക്യം യോഹന്നാൻ 1. എനിക്ക് ഒരുപാട് പുസ്തകം. മുഹമ്മദ് നബി മരിച്ചുപോയി, യേശു ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയ ആളെ വിട്ടിട്ട് ജീവിച്ചിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാൻ വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്നേഹവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഇസ്ലാമിലെ ചില സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ മതം പറയുന്നതാണ് ശരി, അതുകൊണ്ട് ഇസ്ലാമിലെ വിവാഹം, ഇസ്ലാമിലെ സുരക്ഷ, ഒരു മുസ്ലിം പുരുഷനുമായി ഭാര്യമാരുടെ ബന്ധം, അവരനുഭവിക്കുന്ന സുരക്ഷിതത്വം, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം വാചാലനാകുന്നത്. ഇദ്ദേഹം ഇസ്ലാമിൽ നിൽക്കുമ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇസ്ലാമിലെ മതനിയമങ്ങൾ അറിയാമല്ലോ. ഇവിടെ ഒരാൾ വന്നിട്ട് കുറേ നേരമായി ചാറ്റ് ബോക്സിൽ കിടന്നങ്ങ് മെഴുകുവാണ്. എൻ്റെ വീട്ടില് ഭാര്യയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്, എൻ്റെ മകളുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വായോ, എന്താണ് അവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ആയിരിക്കും. എൻ്റെ പൊന്നു സഹോദര, ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവരുടെ ഭാര്യമാർക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടുന്ന രൂപത്തിൽ സ്വാതന്ത്ര്യം നൽകി തന്നെയാണ് വരുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ആ വ്യക്തിയുടെ മനുഷ്യാവകാശം മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുകയോ അയാൾ ഔദാര്യം പോലെ അവർക്ക് വച്ച് നീട്ടുകയോ ചെയ്യേണ്ടുന്ന ഒന്നല്ല. നിങ്ങൾ സ്വതന്ത്രനായി ജനിക്കുന്നത് പോലെ തന്നെയാണ് അവരും ജനിക്കുന്നത്. അവർക്കും അതേ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വോട്ടിനും ഒരേ മൂല്യം, എൻ്റെ വോട്ടിനും ഒരേ മൂല്യം. അപ്പൊ പിന്നെ സ്ത്രീകൾ പുരുഷന്മാരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന വചനം തെറ്റ്. ഒന്ന്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, ഖുർആൻ പറയുന്നത് 4-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, നിസായിൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ്. അപ്പോ നിങ്ങൾ ആ ഖുർആൻ വചനങ്ങൾ അറിയുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടല്ല വീട്ടിൽ ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുന്നത്. അവര് കൃത്യമായ രൂപത്തിൽ നമസ്കരിക്കണം, അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനോ, ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ സിമ്പിളായിട്ടൊരു വിഷയം പറയാം. എത്ര മുസ്ലിം പുരുഷന്മാർക്ക്, എത്ര മുസ്ലിം ഭാര്യമാർക്ക് ഫോൺ ലോക്കില്ലാതെ വീട്ടിൽ ഒരു ദിവസം മറന്നു വെച്ചിട്ട് പുറത്തു പോകാൻ പറ്റും? എനിക്ക് ഫോണുണ്ട്, എൻ്റെ ഫോണില് ലോക്കില്ല. ചെറിയ മോനെ പേടിച്ചിട്ട് ലോക്ക് ഇടാറുണ്ട്, അവൻ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും. എൻ്റെ ഫോൺ എൻ്റെ ഭർത്താവ് എടുക്കാറുണ്ട്, ഭർത്താവിൻ്റെ ഫോൺ ഞാൻ എടുക്കാറുണ്ട്. ആരുടെങ്കിലും കോള് വരുമ്പോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുമെന്നല്ല പറഞ്ഞത്. അപ്പം ലോക്കില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഭയമില്ല. ഫോണ് മറന്ന് വീട്ടിൽ വെച്ചിട്ട് പോകാൻ എനിക്ക് ഭയമില്ല, എൻ്റെ ഭർത്താവിനും ഭയമില്ല. അങ്ങനെ എത്ര പേർക്ക് സാധിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കോൾ ഹിസ്റ്ററി മുഴുവനും ഡിലീറ്റ് ചെയ്യുന്ന, വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പുറത്തു നിന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറുന്ന ഭർത്താക്കന്മാരെയും എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ പേഴ്സണൽ ടൂളാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൊബൈൽ ഫോൺ എന്നത്. അതെടുത്ത് പരിശോധിക്കുന്ന എത്ര ആളുകളെ നമുക്കറിയാം. ഒരു സ്ത്രീ ഭാര്യ ഇപ്പോൾ ഒരാളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഉടനെ തന്നെ ഭർത്താവ് ചോദിക്കും, ആരാ വിളിക്കുന്നത്, എന്താ പറഞ്ഞത്, അവരുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? സ്വാഭാവികമാണ്. ഇപ്പൊ ദേഹത്ത് തുണിയിട്ടില്ല, നീ എന്താ ദേഹത്ത് തുണിയിടാത്തത്? അവർക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ വേഷം അവർ തിരഞ്ഞെടുക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്. അപ്പൊ വൈകിട്ട് വീട്ടിലേക്ക് വന്നു, ഭാര്യ ഒന്ന് കണ്ണെഴുതി, നീ എവിടെ പോയിരുന്നു, എന്തിനാ നീ കണ്ണെഴുതിയത്, ഇവിടെ ആരാ വന്നത്, അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും സ്വാതന്ത്ര്യമാണെന്ന്. ഇപ്പൊ നമ്മുടെ മോളെ കെട്ടിച്ചു വിട്ടു, മോള് പറയാണ് കുറച്ച് കഴിയുമ്പോൾ, അതെ പാപ്പ, എനിക്ക് അയാളുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വാപ്പ, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. എത്ര വാപ്പമാര് പറയും, മോളെ നിന്റെ ലൈഫാണ്, നിനക്ക് അയാളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, നമുക്ക് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം. അതോ ഈ കുട്ടിയെ പറഞ്ഞു 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 മനസ്സിലാക്കി സഹിക്കണം, ക്ഷമിക്കണം,
പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് കട്ടാക്കി പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ആ പെൺകുട്ടികളുടെ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന എത്ര പേരൻസിനെ നമുക്കറിയാം. ഞാനൊക്കെ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു പോയ ഒരാളാണ്. ഇപ്പോൾ ഒരു മുസ്ലിം പുരോഹിതന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവരാദ്യം ചോദിക്കും ബെഡ്റൂമിലെ കാര്യങ്ങളാണ് ചോദിക്കുക. അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ല എങ്ങനെയാണ്, സെക്സിനൊക്കെ കുഴപ്പമുണ്ടോ, ഇതാണ് ചോദിക്കുക. സെക്സ് മാത്രമല്ല ലൈഫ് എന്ന് എത്ര പേര് തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് അഫയർ ഉണ്ട്, ആ കുട്ടി വന്ന് നമ്മളോട് പറയാണ് ശരി പാപ്പ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. എത്ര പേരൻസ് ഇത് അംഗീകരിക്കാൻ തയ്യാറാണ്? ബുദ്ധിമുട്ടാണ്. എന്നിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, സ്വന്തം ലൈഫിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം സുലൈമാൻ ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന സമയത്ത് മതത്തിലെ ഈ നന്മയൊന്നും കക്ഷിക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയി അവിടെ കൗൺസിലിംഗ് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ വരുന്നു. അപ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കുക, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായ ഒരു ബാധ്യതയായി ഈ സാഹചര്യത്തിൽ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ മാറിയും ചാഞ്ഞും ചരിഞ്ഞും സംസാരിക്കേണ്ടി വരുന്നത്. നന്ദി. നമുക്ക് ഇനി രാത്രി കാണാം. ആഷിഫ, താങ്ക് യു.